ഒരിക്കൽ മഞ്ചാടിക്കാട്ടിലെ ഒത്തനടുക്കുള്ള മാവിലിരുന്നു മാങ്ങ കഴിക്കുകയായിരുന്നു കുറുകുറുവണ്ണൻ. പെട്ടെന്ന് അമ്മേ, ഇതെവിടുന്നാ വന്നു വീണത്? എടാ, എനിക്കൊരു സംശയം വന്നപ്പോൾ ചൊത്തികൺ എറിഞ്ചത്ര. സോറി. എന്താ നിന്റെ സംശയം കുരങ്ങച്ചാർ? ഇപ്പോൾ ആകാശത്തിന് നീലനിറമാണല്ലോ. വൈകിട്ടാകുമ്പോൾ ഓറഞ്ചാകും, രാത്രിയാകുമ്പോൾ കറുപ്പും. അതെന്തായിരിക്കും അങ്ങനെ? ഇതായിരുന്നു കുരങ്ങച്ചന്റെ സംശയം. ഒന്ന് ആലോചിച്ചതിനു ശേഷം അണ്ണാൻ പറഞ്ഞു, സമയം കളയണ്ട, നമുക്ക് അമ്മാവനോട് ചോദിക്കാം. അങ്ങനെ കുരങ്ങിനും അണ്ണാനും ഇവരുടെ ഒപ്പം മൂങ്ങയും കൂടി മൂവരും പോയത് ആമയമ്മാവന്റെ അടുത്തേക്കാണ്. സാധാ സമയം ശാസ്ത്ര പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന വയസ്സനാണ് ആമ. എന്താ എല്ലാവരും കൂടി ഇങ്ങോട്ട്? ആമയുടെ ചോദ്യം കേട്ട് കുരങ്ങ് തന്റെ സംശയം ചോദിച്ചു. സംശയം കേട്ട് ആമ ചിരിച്ചു. ഇത്രേ ഉള്ളൂ, പറഞ്ഞുതരാം. എന്നിട്ട് സൂര്യനെ ചൂണ്ടിപ്പറഞ്ഞു. കണ്ടില്ലേ, സൂര്യന്റെ നിറം വെളുപ്പാണെന്ന് തോന്നും, പക്ഷേ അത് യഥാർത്ഥത്തില് ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പച്ച, നീല, ഇൻഡിഗോ, വയലറ്റ് എന്നീ നിറങ്ങൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു. ആമ ഗൗരവത്തിൽ തുടർന്നു. സൂര്യപ്രകാശം ഭൂമിയിലേക്കെത്തുന്ന വഴി പൊടിപടലങ്ങളും പലതരം വാതകങ്ങളിലും തട്ടാറുണ്ട്. അങ്ങനെ തട്ടുമ്പോൾ വെളിച്ചത്തിലെ നിറങ്ങൾ പലതും ചിതറിപ്പോകും. അതിനെ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശവിസരണം എന്നു പറയും. നീലനിറത്തിന് വേവ് ലെങ്ത് കുറവായതിനാൽ അത് കൂടുതൽ ചിതറുകയും ആകാശത്തിന് നീലനിറം കാണപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും പ്രകാശത്തിന് കൂടുതൽ സഞ്ചരിക്കേണ്ടി വരുന്നു. അപ്പോൾ ശക്തി കുറഞ്ഞ പാവം നീലനിറം പൂർണ്ണമായി ചിതറി എങ്ങോട്ടോ പോവുന്നു. ശക്തരായ ചുവപ്പ്, ഓറഞ്ച് തുടങ്ങിയവ നമ്മുടെ കണ്ണുകളിലേക്കെത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ഓറഞ്ചും ചുവപ്പുമൊക്കെ നിറം ലഭിക്കുന്നത്. എന്താ കൂട്ടുകാരെ, നിങ്ങളുടെ സംശയം മാറിയോ? നാം ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ.